കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ മാങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാഞ്ചന അയ്യപ്പേട്ടനോട് പറയാണ്. ഗീതുവിന് മാങ്ങ വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോ തന്നെ അയ്യപ്പേട്ടൻ പറഞ്ഞു, മാങ്ങയല്ലേ, ഈ രാത്രി തന്നെ ഞാൻ എവിടെയാണെങ്കിലും പോയി കൊണ്ടുവന്നോളാം, കാഞ്ചന ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് അയ്യപ്പേട്ടൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ അയ്യപ്പേട്ടൻ രാത്രിയിലെ എവിടെ പോയി മാങ്ങ കൊണ്ടുവരാൻ, ആർക്കറിയാം എന്താ പറ്റിയെന്ന് എന്നും പറഞ്ഞ് കാഞ്ചന അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗോവിന്ദ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇന്നെങ്കിലും തന്റെ മനസ്സ് ഗീതുവിന്റെ മുന്നിൽ തുറക്കണം, തന്റെ പ്രണയം തുറന്നു പറയണം. ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അവൾ ഒരു എങ്ങനെയായിരിക്കും തുടങ്ങണ്ടേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് ഗോവിന്ദ് നിൽക്കുകയാണ്. അവളോട് ഐ ലവ് യു എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, വേണ്ട, അത് ശരിയാവത്തില്ല, പിന്നെ എന്താ എങ്ങനെ പറയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ആംബിയൻസ് ഒക്കെ ആദ്യം ഉണ്ടാക്കണം. പെട്ടെന്ന് അങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്ന് റൂം ഫ്രഷ്നറൊക്കെ എടുത്ത് അങ്ങ് അതിലൂടെ എല്ലാം അങ്ങനെ അടിക്കുവേണം. നല്ല സ്മെല്ലായിരിക്കണം. ഈ സ്മെല്ല് പോരാ, വേറെ എന്ത് സ്മെല്ലാ, നല്ല പനിനീർപ്പൂവിന്റെ ഗന്ധമാണ് വേണ്ടത്. പനിനീർപ്പൂവിന്റെ ഗന്ധം. ഇപ്പൊ പനിനീർപ്പൂ എന്താ, അങ്ങനെ നോക്കി നോക്കി എന്നപ്പോ പ്ലാസ്റ്റിക് പൂ ഇരിക്കുന്നുണ്ട്. വേണ്ട, ഇത് പ്ലാസ്റ്റിക് പൂവായി ശരിയാകത്തില്ല, ഇത് കൊടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, പനിനീർപ്പൂ ഇല്ലെങ്കിൽ എന്താ, അതിന്റെ പെർഫ്യൂം ഇടിരിപ്പുണ്ട് എന്നോർത്തുണ്ട്, അതും കൂടി എടുത്ത് അതിലൂടെ മൊത്തം അടിക്കുകയാണ്. ഈ ഈ മണമെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അത് ഗീതുവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അങ്ങനെ ഈ മണത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം അവളോട് തന്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. അവൾക്കത് നിരസിക്കാൻ കഴിയില്ല. ഇങ്ങനെ പല പല ചിന്തകളിൽ നിന്ന് വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. എങ്ങനെ പറയണം അവളോട് പറയാം, എന്തെങ്കിലും ഒരു സാഹിത്യം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പഞ്ചുണ്ടാകത്തില്ല. അപ്പൊ വരണ്ടുണങ്ങി എന്റെ ഹൃദയത്തിലേക്ക് ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങിയവളാ നീയാ. നിന്നോട് എനിക്ക് എത്ര നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഗീതു. അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞിട്ടൊരു ഐ ലവ് യു അങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഇത് മതി, ഇനി കൂടുതലൊന്നും പറയാൻ പോണ്ട. ഇനി കൂടുതൽ ആലോചിക്കാൻ പോയിട്ടുണ്ട് എല്ലാം കൊള്ളാവും. അങ്ങനെ ഓർത്തിരിക്കണ സമയത്ത് ഗീതു അകത്തേക്ക് കയറി വരാൻ തുടങ്ങുവാണ്. ഇന്ന് ഗോവിന്ദനോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലോ. കുറെ കാലമായി, ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ തന്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയണം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഗീതു അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് വരാൻ വാതിലിനോട് വ്യക്തിപ്പത്തിന് വാതിൽ തുറന്നു കഴിയുമ്പത്തിന് വല്ലാത്തൊരു സ്മെല്ല്. ഇതെന്താ ഈ സ്മെല്ല് വരുന്നേ? പെട്ടെന്ന് വല്ലാത്തൊരു മൂക്കനത്തേക്ക് അടിച്ചു കയറുക. ഗോവിന്ദനോട് ഇതെന്താ ഗോവിന്ദേട്ടാ വല്ലാത്തൊരു സ്മെല്ല്? വല്ലാത്ത സ്മെല്ലോ? നല്ല സ്മെല്ലിൽ നല്ല സ്മെല്ലോ? ഗീത് പെട്ടെന്ന് അതിനകത്തേക്ക് അങ്ങോട്ട് കയറി നോക്കിയപ്പോ മുറി മൊത്തം ഭയങ്കര സ്മെല്ലാ. സത്യം പറ കണ്ണേട്ടാ, കണ്ണേട്ടൻ മദ്യപിച്ചില്ലേ നിൽക്കുകയാണ്. ഞാൻ മദ്യപിച്ചെന്നോ? എനിക്ക് മനസ്സിലായ കണ്ണേട്ടൻ മദ്യപിച്ചെന്നേ. ഗീതു അനാവശ്യം പറയില്ലെന്ന് പറയാ. ഞാൻ നോക്കട്ടെ മദ്യക്കുപ്പി എവിടെ ഒളിപ്പിച്ചു വെച്ചേന്ന് എന്നും പറഞ്ഞ് ഗീതു അവിടെ മുഴുവൻ നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പത്തിന് മദ്യക്കുപ്പി ഒന്നും കണ്ടില്ല. സത്യം പറ, എവിടെയോ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചിട്ട് മദ്യം എടുത്ത് കഴിച്ചിട്ട് ആ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പെർഫ്യൂം അടിച്ചു വെച്ചിരിക്കുന്നത്, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഗീതു, ഞാൻ മദ്യപിച്ചിട്ടില്ല, അന്നൊന്നും മണപ്പിച്ച് ഞാൻ നോക്കട്ടെ, ഒന്ന് ഊതാൻ പറയണ. അങ്ങനെ ഗോവിന്ദൻ ഊതി കഴിഞ്ഞിട്ട് മണം കിട്ടുന്നില്ലോ. സത്യം പറ, കഞ്ചാവല്ലേ അടിച്ച്? അനാവശ്യം പറയരുത്. അന്നെങ്കിൽ മണം കിട്ടാത്ത എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ്. ഗീതു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് ഈ മണം സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ് ഗീതു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എന്റെ ദൈവമേ, ഒരു നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വന്നതായിരുന്നു. അപ്പോഴാണ്ട് അവളുടെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവള് വന്നേക്കുന്നു. എന്ത് ചെയ്യാനെന്ന് പറയാം, കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ. ഇത് ഗീതു പുറത്തേങ്ങോട്ട് പോയി നിൽക്കുകയാണ്. പതുക്കെ ഗോവിന്ദ് ഗീതുവിന്റെ അടുത്തേക്ക് നിന്നു. അല്ല, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അകത്തേക്ക് കയറി നിൽക്കാൻ പറ്റണ്ടേ? അവിടുത്തെ ആ സ്മെല്ല് കാരണം ഇനി രാത്രിയിൽ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ഓർത്തിട്ടാ മനുഷ്യൻ അതിനകത്ത്. അമ്മാതിരി സ്മെല്ലല്ലേ. കാരണം എല്ലാം കൂടെ ഒരു പെർഫ്യൂം മാത്രമല്ല അടിച്ച, പലതങ്ങോട്ട് അടിച്ചു വിട്ടു. എല്ലാം കൂടെ കൂട്ടിവിട്ടൊരു കട്ട് മണമായപ്പോയിരുന്നു മുറിയില്ല. പോരാത്തതിന് ദേഹത്തും കൂടെ അടിച്ചു വിട്ടായിരുന്നു. അല്ല, നീ ഇനി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ നീ കുറച്ചേരം ഇവിടെ നിൽക്കുക, നമുക്ക് ഇവിടെ നിന്ന് കുറച്ചേരം സംസാരിക്കാം. മുറിയിലെ സ്മെല്ലൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ, അതിനുശേഷം പോയി കിടക്കാം. എന്താ അതുപോലെന്ന് ചോദിക്കാം. മതിയെന്ന് പറയാം. ഈ സമയം ഗീത ഓർത്തു, കണ്ണേട്ടനോട് തന്റെ ഇഷ്ടം തുറന്നു പറയണം. പറഞ്ഞാലോ, ഇനി വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. ഈ സമയം ഗോവെന്ന് മനസ്സ് വിചാരിക്കുക, പ്രണയം തുറന്നു പറയാം. പക്ഷെ എങ്ങനെ പറയും? പെട്ടെന്ന് ഗീത, എന്താ ഗോവിന്ദേട്ടാ, എന്താ ആലോചിക്കുന്നത്? എന്തേലും പറയാനുണ്ടോ എന്നോട്? എനിക്കൊരു കാര്യം പറയണ്ട. എന്താ പറ? അല്ല, അത് പിന്നെ ഈ പനിനീർപ്പൂവ് എന്ത് പനിനീർപ്പൂവ്? അല്ല, അത് പിന്നെ ഞാന് ഗോവിന്ദൻ പറയാമെന്ന് എന്താന്ന് പോലും ഗോവിന്ദൻ പെട്ടെന്ന് കിട്ടിയില്ല. പറയാമെന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഒരു സാഹിത്യമൊക്കെ ഉണ്ടാക്കി വെച്ചാ, പക്ഷെ സാഹിത്യം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. കാര്യം എന്താന്ന് പറ. അല്ല, പിന്നെ നന്ദിയുണ്ട് എന്തിന്? അല്ല, രഞ്ജുവിനെ ധ്യാനിനെ ഒന്നിപ്പിച്ചില്ലേ, അതിന് നന്ദിയുണ്ട്, ആ കാര്യം പറഞ്ഞു. ഓ അങ്ങനെ, അതിന്റെ നന്ദി വാക്ക് പറഞ്ഞല്ലേ? അത് കുഴപ്പമില്ല. ഈ നന്ദിക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വരം അങ്ങ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ വരവായല്ലോ. ഇപ്പൊ വരവെല്ലാം
ഞാൻ തരുന്നുണ്ട്, പക്ഷേ കാര്യം എന്താന്ന് പറയുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ചോദിക്കും. അപ്പൊ ആ വരവെല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് തന്നാ മതി എന്ന് പറയാം. ശരി ശരി ആയിക്കോട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഗീത ഓർത്തു, ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഉള്ളിലുള്ള തുറന്നു പറയണമെന്നോർത്ത് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അപ്പൊ ഗോവിന്ദ് മനസ്സിൽ കരുതി, കുറെ സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പറയാനായിട്ട് ഇരിക്കണേ. അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ണി നോക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് ഗോവിന്ദനോട് ചോദിച്ചു, എന്താ ഗോവിന്ദേട്ടാ നോക്കുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗീത പറഞ്ഞു, എനിക്കും പറയാനുണ്ട് ഒരു കാര്യം. എന്നാ ശരി, നീ ആദ്യം പറ. അല്ല, ഗോവിന്ദേട്ടൻ പറ. ഗോവിന്ദേട്ടനല്ലേ പറഞ്ഞേ. അപ്പൊ ആരാദ്യം പറയുന്ന പറഞ്ഞ് കൺഫ്യൂഷനിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അതിപ്പോ ഞാന് നല്ല തണുപ്പുണ്ടല്ലേ എന്ന് ചോദിക്കുക. തണുപ്പോ? ഈ കാര്യമാണോ പറയാൻ വന്ന തണുപ്പുണ്ടെന്ന്? അല്ല അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നാ. എന്നാ പറ, പെട്ടെന്ന് പറ. ഗീതു നല്ല മൂഡ് നിൽക്കുക. ഇപ്പോഴാണ് പ്രണയം പറയാൻ പറ്റിയ സമയം. ഈ സമയത്ത് തന്നെ പ്രണയം പറയണം. അങ്ങനെ ആ ഒരു മൂഡ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കഥകയിൽ ഒരു മുട്ട് കേട്ടു. ഇതാരാ മുട്ടുന്നത്? കഥയെ മുട്ടുന്ന സൗണ്ടല്ല കണ്ണേട്ടാ കേട്ട. അത് ഞാനും കേട്ടു. ഓ, നശിപ്പിക്കാനായിട്ട് ആരോ വന്ന് കേറിയിട്ടുണ്ട്. എന്നാലും അത് ആരായിരിക്കും പോലും അത്. വീണ്ടും മുട്ടി. അതെ, ഗോവിന്ദൻകുഞ്ഞെന്നൊരു വിളി. അയ്യോ, അയ്യപ്പേട്ട വിളിയല്ലേ? അതെ. രണ്ടുപേരും കൂടെ ചെല്ലുക. പെട്ടെന്ന് ഗീതു കഥ തുറന്നു. അയ്യപ്പേട്ടൻ നിൽക്കുന്നു. ഫ്രണ്ടിൽ ഒരു ചാക്കുകെട്ടും ഉണ്ട്. ഇതെന്താ അയ്യപ്പേട്ട, ഇത് ചാക്കുകെട്ടൊക്കെ ആയിട്ട്? അതോ, ഗീതുക്കുഞ്ഞൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെ പിന്നെ സാധിച്ചു തരേണ്ട കടമ എനിക്കില്ലേ? ഇവളെന്താ ആഗ്രഹം പറഞ്ഞ? അത് മോൾക്ക് പച്ചമാങ്ങ വേണോന്ന്. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ കൊണ്ടുവന്നാ. അറിയാവോ, ആ അപ്പുറത്തുള്ള ഒരാ തെക്കേപ്പാടത്തെ ആ മാവുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് വിലയ്ക്ക് വാങ്ങി. അതേലെ മാങ്ങ, അതിനകത്ത് കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വന്നു. ബാക്കി നമുക്ക് തീരുമ്പോ ആവശ്യത്തിനനുസരിച്ച് പറിക്കാലോ. അല്ലേ ഗീതു കുഞ്ഞെന്ന് ചോദിക്കണം. അതെ. അപ്പൊ ഗോവിന്ദ് പെട്ടെന്ന് ചോദിച്ചു, നീ അയ്യപ്പേട്ടനോട് മാങ്ങയുടെ കാര്യം പറഞ്ഞായിരുന്നു? മാങ്ങയുടെ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ വരട്ടെ, കേട്ടില്ലേ പറഞ്ഞത്? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദൻ കുഞ്ഞ് പറയുകയും ചെയ്തില്ലേ ഉടനെ തന്നെ ഒരു കുഞ്ഞിക്കാലി കാണുമെന്ന്. ഇപ്പോഴല്ലേ എന്റെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് പറയാം. ഗീതിനോട് പറഞ്ഞ് മാങ്ങ കഴിക്കാൻ പറഞ്ഞ എടുത്തു കൊടുക്കട്. ഗീതു മാങ്ങ കഴിച്ചോണ്ടിരുന്ന പെട്ടെന്ന് അയ്യപ്പേട്ടൻ ഗോവിന്ദനോട് ചോദിച്ചു, പണി പറ്റിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദന് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത്. ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് ഗീതുവിനെ നോക്കുവാണ്. ഗീതു അയ്യേന്ന് പറഞ്ഞ് ഗീതു നിൽക്കുകയാണ്. അയ്യപ്പേട്ടൻ പറഞ്ഞു, ഇനി എന്താ ആവശ്യമാണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ കാണൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മാങ്ങ എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. അയ്യോ, സമനില തെറ്റിയ പോലെ ആയിപ്പോയി ഗീതുവിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ മാങ്ങ എടുത്തിട്ട് അങ്ങ് താഴേക്ക് വരുമ്പോൾ രാധികാമേനെ കാണുന്നേ. രാധികാമ്മ ചോദിച്ചു, എന്തായിരുന്നു ഗോവിന്ദന്റെ മുറിയിലൊരു ചർച്ച? കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ ഗീതുക്കുഞ്ഞിനെ പച്ചമാങ്ങ വേണമെന്ന്. അതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ കൊണ്ടേ കൊടുക്കാൻ പോയതാ. ഗർഭിണികളൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ രാധികാമ്മേ? അതാന്ന് പറയണ. ഒരു നിമിഷം രാധികാമ്മ ഞെട്ടിപ്പോയി. അപ്പൊ താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം. അവള് പ്രഗ്നന്റാ ഗീതു. ദൈവമേ, ഇത് എങ്ങനെ സംഭവിച്ചു? ഇത്രയും പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ. അപ്പൊ തന്നോട് സത്യം ചെയ്തെന്ന കാര്യങ്ങളിൽ അവൻ തെറ്റിച്ചു. തന്നോട് ചെയ്തെന്ന പ്രതിജ്ഞയെല്ലാം അവൻ തെറ്റിച്ചു. ഗീതുവിനെ പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ട്. ഇനി തന്നെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. ഇത്രയും കാലം താൻ എന്താണോ നടക്കില്ലെന്ന് ആഗ്രഹിച്ച ആ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായി പോയി രാധികാമ്മയ്ക്ക്. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ഈ സമയം മുറിയിലേക്ക് കേട്ട് ഗീത പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വിശേഷമാണെന്ന്. അയ്യപ്പേട്ടൻ മാങ്ങയായിട്ട് വരുന്ന കണ്ടില്ലേ? അല്ല, നീ എന്തിനാ അയ്യപ്പേട്ടനോട് മാങ്ങ വെച്ച? എന്റെ പൊന്നു ഗോവിന്ദേട്ടാ, ഞാനത് അച്ചാറിടാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഗോവിന്ദേട്ടൻ എന്തിനാ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞേ? വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനെപ്പോ പറഞ്ഞു? ഞാനങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ സത്യം പറ. ഗോവിന്ദേട്ടനല്ലേ പറഞ്ഞ ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞേ? അയ്യോ, ഞാന് നിന്നെ കുറിച്ചല്ല പറഞ്ഞേ, ഞാൻ പ്രിയമോളെ കുറിച്ച് ഉദ്ദേശിച്ചാ പറഞ്ഞേ. അത് പക്ഷെ അയ്യപ്പേട്ടൻ തെറ്റിയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായി, ഇത് എന്നെ മനഃപൂർവ്വം ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്റെ വയറ്റിലൊരു ഗർഭം ഉണ്ടെന്ന് വരുത്തി തീർക്കല്ലേതെ. എന്തോ ഒരു ദുരിതാശം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തതെന്ന് പറയാം. ദേ ഗീതു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം. അതെ, എന്റെ വയറ്റിലൊരു ഗർഭം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഗോവിന്ദേട്ടനായിരിക്കും. ഞാനോ? പിന്നെ വെറുതെ പറയരുത്. ഞാനിന് ഉത്തരവാദിയൊന്നുമല്ല. എന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതുവിന്റെ ദേഷ്യം വന്നു. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗീതു പിടിച്ചൊരു തള്ളം കൂടെ കൊടുക്കുവാണ്. ഈ സമയം ഗോവിന്ദനടുത്ത്, ഇവൾക്ക് ഇത് എന്തു പറ്റി? പറയാൻ വന്ന ആ പ്രണയം പറയാൻ വന്ന രണ്ടുപേരുടെ മൂഡ് പോയി. രണ്ടുപേരും അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ്. അവസാനം ഗീതു തലവഴി പുതപ്പിട്ട് മൂടിപ്പോയി കിടക്കുവാണ്. ഇനി എന്ത് ചെയ്യൂന്ന് ഓർത്തിട്ട് ഈ സമയം ഗോവിന്ദൻ, ഇവളെ വിളിച്ചാലോ? വേണ്ട. ഇനി ഇവളോട് പ്രണയം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവള് തന്നെ മിക്കവാറും തൊഴിച്ചെറിയത്തുള്ളൂ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. പറയാനുള്ള മൂടൊക്കെ പോയി. എന്റെ ഭഗവാൻ, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? അയ്യപ്പണ്ട് കേറി വരാൻ കണ്ട സമയം നിർത്ത് ഗോവിന്ദ് കട്ടിലേൽ ഇങ്ങനെ വിഷമിച്ചിരിക്കാം. ഈ സമയം രാധികാമ്മയ്ക്ക് ടെൻഷനായി. രാധികാമ്മ നേരെ മുറിയിലേക്ക് എന്നിട്ട് വരുണിനെ വിളിക്കുവാണ്.
ഈ സമയം വരുണിന്റെ കൂടെ സുവർണ്ണയുണ്ട്. രണ്ടുപേരും ഒരു മുറിയിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് രാധികാമ്മയുടെ ഫോൺ വരുന്നത്. ഫോൺ വരുമ്പോഴത്തേനും പെട്ടെന്ന് വരുണ് സുവർണ്ണയോട് മിണ്ടരുത് അമ്മയെന്ന് പറയാണ്. അങ്ങനെ കോൾ എടുക്കും. എന്താ അമ്മേ, എന്താ ഈ സമയത്ത്? അല്ല, നീ ഇത് വല്ലതും അറിയുന്നുണ്ട്? എന്താ കാര്യം പറ. നമ്മൾ ഇത്രയും കാലം എന്താണോ സംഭവിക്കില്ലെന്ന് കരുതിയത് ആ കാര്യം സംഭവിച്ചിരിക്കുന്നു. അമ്മ എന്ത് കാര്യം സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞേ. എടാ, ഗീതു ഗർഭിണിയാന്ന്, ഗീതു പ്രഗ്നന്റ് ആന്നുള്ള കാര്യം. ഇത് കേട്ടത് ഒരു നിമിഷം വരുൺ അന്തം വിട്ട് എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ ഞാൻ കേട്ട്? സത്യമാടെന്ന് പറയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വരുണിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോട് നിർത്തുന്നു. നന്ദി.